ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമല്ല. കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി കോൺഗ്രസ് എംപി ശശി തരൂർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര ചട്ടങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. മറ്റന്നാൾ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്കുകപ്പൽ വാൻഹായ് 503 തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നിലവിലെ തീ നിയന്ത്രണ വിധേയമല്ല. കനത്ത പുക കപ്പലിന് ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാവികസേനാ കപ്പലുകളായ INS സൂറത്തും INS സത്ലജും ഡോണിയർ വിമാനങ്ങളും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ കമ്പനിയുടെ സാൽവേജ് ടീമും സ്ഥലത്തെത്തി. കപ്പലിലെ 18 ജീവനക്കാരെ ഇന്നലെ രക്ഷിച്ച് മംഗലാപുരം തീരത്തെത്തിച്ചിരുന്നു. കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ തുടരുകയാണ്. കപ്പലിലെ ചില കണ്ടെയ്നറുകളിൽ വേഗത്തിൽ തീപിടിക്കുന്ന തരം ദ്രാവകങ്ങളും അപകടകരമായ വസ്തുക്കളുമാണ് ഉള്ളത്. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ ചിലത് തകർന്നിട്ടുണ്ട്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലിനാണ് അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറായി ഇന്നലെ രാവിലെ 9:50 തീപിടിച്ചത്. കപ്പൽ അപകടത്തിന്റെയും രക്ഷാദൌത്യത്തിന്റെയും വിശദാംശങ്ങൾ ഡിഫൻസ് PRO അതുൽ പിള്ള ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്നു. ആസ് ഓഫ് നൗ തീ കൺട്രോളിലല്ല. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ വീണിട്ടുണ്ട്. ആ കണ്ടെയ്നേഴ്സിന്റെ ഫ്ലോ, കറന്റ്, ക്ലൈമറ്റ് കണ്ടീഷൻസ് അത് വെച്ച് അറിയായിരിക്കും ആ കണ്ടെയ്നേഴ്സ് ഏത് സൈഡിലോട്ടാണ് പോകുന്നത്. ഇപ്പം കോസ്റ്റ് ഗാർഡ് ഷിപ്പൊക്കെ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ വാട്ടർ ജെറ്റ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം കണ്ടിന്യൂ ചെയ്യുക ഓപ്പറേഷൻസ് ഫയർ കൺട്രോൾ ആവുന്നത് വരെ. പിന്നെ 4 പേര് മിസ്സിങ്, അവർക്കുള്ള തെരച്ചിലും ഏരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി കോൺഗ്രസ് എംപി ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സന്ദേശം ലോകരാജ്യങ്ങൾക്ക് സ്പഷ്ടമായി കൈമാറാൻ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൌത്യം വിജയകരമായിരുന്നുവെന്നും ഭാരതീയൻ എന്ന നിലയിലുള്ള കടമയാണ് നിർവഹിച്ചതെന്നും ശ്രീ തരൂർ വ്യക്തമാക്കി. 5 രാജ്യങ്ങളിൽ പോയി എല്ലാവരുടെയും നമ്മുടെ സന്ദേശം സ്പഷ്ടമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും അത് സ്വീകരിച്ചു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടാൻ സാധിച്ചു. ഒരു രാജ്യത്തിൽ, കൊളംബിയയിൽ, അവർ നേരത്തെ അറിയാതെയാണ് ഞാൻ പറയട്ടെ, ഒരു പാകിസ്ഥാനിൽ ഒരു പിന്തുണ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അവർ പിൻവലിച്ചു. ബാക്കി എല്ലാവരുടെയും നമ്മളുടെ ആർഗ്യുമെന്റ് കേൾക്കാനും അതിന് 100% അവർ സ്വീകരിക്കാനും പിന്തുണ തരാനും എല്ലാ മീറ്റിംഗിലും ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സന്ദർശനം സംബന്ധിച്ച റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറുമെന്നും ശ്രീ തരൂർ പറഞ്ഞു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. LDFന്റെ M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. പെരുമഴയുടെ ദിനങ്ങൾ നീങ്ങിയതോടെ നിലമ്പൂരിന്റെ മണ്ണും മനസ്സും രാഷ്ട്രീയ ചൂടിൽ തിളച്ചു മറിയുകയാണ്. LDF, UDF, NDA മുന്നണികളുടെ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം അണികളുടെ ആവേശം വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല, ജയിക്കാതെ തരമില്ല എന്ന നിലയിൽ പ്രവർത്തനവും സജീവമായി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി UDFനും PDPയും ഹിന്ദു മഹാസഭയും LDFനും പിന്തുണ അറിയിച്ചതോടെ പുതിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമാണ് വഴി തുറന്നത്. NDAയുടെ BJP സ്ഥാനാർത്ഥിയും കരുനീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. സ്വതന്ത്രൻ PV അൻവറും തന്റേതായ പോക്കറ്റുകളിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര ചട്ടങ്ങളിൽ ഇളവ് വരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 1972 കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂവെന്നും ഇതിൽ കേന്ദ്രമാണ് ഭേദഗതി വരുത്തേണ്ടതെന്നും വനമന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഈ
അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് 6ാം പ്രവൃത്തി ദിനമായ ഇന്ന് നടന്നു. കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതും ഇരട്ടിപ്പും ഒഴിവാക്കാൻ ആധാർ അടിസ്ഥാനമാക്കിയായിരുന്നു വിവരശേഖരണം. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തസ്തിക നിർണ്ണയം നടത്തുക. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികളുടെ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്പൂർണ്ണ പോർട്ടൽ വഴിയാണ് ശേഖരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ വൈകുന്നേരം 5:30 വിക്ഷേപിക്കും. ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത്. മോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ജർമ്മൻ സർവേക്ക് മികച്ച ജനപ്രതികരണം. നമോ ആപ്പിലൂടെയുള്ള സർവേയിൽ ഒരു ദിവസം കൊണ്ട് 5 ലക്ഷം പേരാണ് പങ്കെടുത്തത്. സർക്കാരിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ദൂരദർശൻ ന്യൂസ് സീനിയർ കറസ്പോണ്ടന്റ് തസ്തികയിലേക്കുള്ള കരാർ നിയമനത്തിനായി അപേക്ഷിക്കാൻ നാളെ വരെ അവസരം. തിരുവനന്തപുരം, പനാജി, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. applications.prasarbharati.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിനാണ് ഇന്ന് തുടക്കമായത്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നത് തടയുന്നതിനായി ഫിഷറീസ് അധികൃതർ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 12 മുതൽ 14 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മറ്റന്നാൾ മുതൽ ഈ മാസം 14 വരെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഴിഞ്ഞ മാസം 30 വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി സ്റ്റെല്ലസിന്റെ മൃതദേഹം തമിഴ്നാട് രാമേശ്വരത്ത് നിന്ന് കണ്ടെത്തി. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയും ഒരാളുടെ മൃതദേഹം പൂവാർ തീരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. ബസ് നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ യാത്ര കോഴിക്കോട് ജില്ലയിലെ മേലടി ബ്ലോക്കിൽ നിന്ന് ഇന്ന് പര്യടനം നടത്തി. തിക്കുടി, പയ്യോളി എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും നടന്നു. ക്യാമ്പയിനിലൂടെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ഈ മാസം 12 വരെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കർഷകരെ നേരിൽ കണ്ട് സംവദിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസസ് 53 പോയിന്റ് നഷ്ടത്തിൽ 82,392-ലും നിഫ്റ്റി 1 പോയിന്റ് ഉയർന്ന് 25,104-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 8,945 രൂപയും പവന് 71,560 രൂപയുമാണ് ഇന്നത്തെ വില. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ 4 സംഘം തമിഴ്നാട്ടിൽ പോലീസിന്റെ പിടിയിലായി. 22 കിലോ കഞ്ചാവുമായി എത്തിയ 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ കമ്പം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അശാസ്ത്രീയമായി മാലിന്യം കത്തിക്കുന്നുവെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് മാലിന്യ സംസ്കരണത്തിന് കരാർ ഏറ്റെടുത്ത അമേർ ആൻഡ് അലൈറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡാണ് പിഴ ഈടാക്കിയത്. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ JN1 വകഭേദങ്ങളായ LF7, XFG ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമല്ല. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി കോൺഗ്രസ് MP ശശി തരൂർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ.
വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം ചട്ടങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. മറ്റന്നാൾ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.